അത് വലിയതായിട്ട് ആളിക്കത്തുന്നതിന് മുന്നേ തന്നെ അണയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധമായിരിക്കും ഏറ്റവും വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അണയ്ക്കാൻ പറ്റുക എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് സംസാരിക്കുക. ആരും ആരുടെയും മുമ്പേ തോൽവിയോ വിജയമോ ഒന്നുമല്ല. വിജയം എന്ന് പറയുന്നത് ആ ബന്ധം നിലനിൽക്കുന്നതാണ് വിജയം എന്ന് പറയുന്നത്. അവിടെ ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. ഏതൊരു ബന്ധത്തിന് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമെന്ന് വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ ഏത് ബന്ധത്തിലും തന്നെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു ചെറിയ തെറ്റിദ്ധാരണ അത്രയും വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ബന്ധം തന്നെ തകരാൻ പലപ്പോഴും അത് കാരണമാവും. അപ്പോൾ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമല്ല അത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നത് മറ്റയാൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റയാൾ മനസ്സിലാക്കാത്തത് ഇവർക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നു, പക്ഷെ അത് ക്ലിയർ ആക്കാൻ അവർ ഈഗോ സമ്മതിക്കുന്നില്ല. ഞാനല്ലല്ലോ, അതങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്, അയാളെന്താ ഇങ്ങനെ എടുത്തത്, ആ രീതിയിൽ സംസാരിക്കുക. അപ്പോൾ എന്താ ബാക്കി ആൾക്കാരോട് പറയും, അല്ലെങ്കിൽ ബന്ധുക്കളോട്. അപ്പോൾ അവർ പറയും, അവ അങ്ങനെയാണ് എടുത്തത്, എന്നാൽ പിന്നെ നീ ഇനി വിളിച്ചാൽ ഫോൺ എടുക്കണ്ട, അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു വഴക്കിലേക്കോ വലിയ പ്രശ്നങ്ങളിലേക്കോ പിന്നെ കുറേ ആൾക്കാർ, വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ഇടപെട്ട് വേറൊരു ലെവലിലേക്ക് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലെ. അപ്പം നമ്മൾ വിചാരിക്കും ഒരു തെറ്റിദ്ധാരണയില്ല അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ മിക്കപ്പോഴും ഒരു കുടുംബ ബന്ധം തന്നെ ആടിപ്പോകുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി തെറ്റിപ്പോവും. പക്ഷെ തുറന്ന് പറയാൻ പാടില്ല, ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തെറ്റിദ്ധരിച്ചെടുത്ത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു എന്ന് പറയും. മറ്റാൾ ക്ലിയർ ആക്കാനും തയ്യാറാവില്ല, നമ്മളത് ചോദിച്ചു മനസ്സിലാക്കാനും തയ്യാറാവില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ അതങ്ങനെ അടിഞ്ഞുകൂടി വേറെ പ്രശ്നങ്ങൾക്ക് ഇതോടെ ആഡ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ, നമ്മളെപ്പോഴും അതിനെ വളരെ വലിപ്പിച്ച് ബന്ധുക്കളോട് പറയുക, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയുക, കൂട്ടുകാരോട് പറയുക. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. അതല്ലെങ്കിൽ അത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ എപ്പോഴും പറയാനുള്ളൊരു അഡ്വക്കേറ്റിനെ കാണുക എന്ന് പറയുന്നത് കേസ് കൊടുക്കാൻ മാത്രമല്ല. നമ്മൾ ഡോക്ടറിനെ കാണുക എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സും സർജറി ഫിക്സ് ചെയ്ത് വിടാറില്ല. ചിലർ വന്നിട്ട് ഒരു മെഡിസിൻ കഴിക്കാനോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തോ തിരിച്ചു വിടാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ അഡ്വക്കേറ്റ്സും പെട്ടെന്ന് കേസ് ഫയൽ ചെയ്യാൻ പറയാറില്ല. ഇങ്ങനെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറിയ പ്രശ്നങ്ങളാണ് എങ്കിൽ ഒരു നിയമോപദേശം തേടുന്നതിന് ഒരിക്കലും തെറ്റല്ല. അതിൻ്റെ അർത്ഥം കേസ് കൊടുക്കുക, നാളെ തന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നോ, നാളെ തന്നെ അയാൾക്കെതിരെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവൾക്കെതിരെ അവളെ പുറത്താക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തീപ്പൊരി അത് വലിയതായിട്ട് ആളിക്കത്തുന്നതിന് മുന്നേ തന്നെ അണയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധമായിരിക്കും ഏറ്റവും വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അണയ്ക്കാൻ പറ്റുക എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് സംസാരിക്കുക. അത് എന്നിട്ട് പിള്ളേരെയൊക്കെ മാറ്റി നിർത്തി ഒരു കോഫി കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു ഫിലിമിന് പോവുക, അല്ലെങ്കിൽ പുറത്ത് പോയി നമുക്ക് സംസാരിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്ക് ഒരു കോള് വന്നപ്പോഴാണ് പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞു കൊടുത്തോ മനസ്സിലായി, ഇതിങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് മറ്റയാൾ തെറ്റിദ്ധരിച്ചത് ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസിബിലിറ്റി അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരനത് മനസ്സിലായി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ്, ഒന്ന് തുറന്ന് സംസാരിക്കുക. അല്ല, ഞാനത് വിളിച്ച് സോറി പറയണത് അത് കുഴപ്പമില്ലേ, ഞാൻ താഴ്ന്നു പോകണമല്ലേ. ഞാൻ പറഞ്ഞു ഇവിടെ ആരും ആരുടെയും മുമ്പേ തോൽവിയോ വിജയമോ ഒന്നുമല്ല. വിജയം എന്ന് പറയുന്നത് ആ ബന്ധം നിലനിൽക്കുന്നതാണ് വിജയം എന്ന് പറയുന്നത്. അവിടെ ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. അപ്പോഴേക്കും അത് ഒന്ന് ക്ലിയറാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഒരു ബന്ധം നല്ലതാക്കി കൊണ്ടുപോകാൻ ആരെ കൊണ്ട്, ഇപ്പോൾ അഡ്വക്കേറ്റിന് മാത്രമൊന്നുമല്ല, സൈക്കോളജിസ്റ്റ് ആവാം, കൗൺസിലേഴ്സ് ആവാം, കപ്പിൾ തെറാപ്പി എടുക്കണമായിരിക്കും, നല്ല ഉപദേശങ്ങൾ തരുന്ന ആരാണെങ്കിലും അങ്ങനെ നിങ്ങളെ വെൽവിഷറായിട്ടുള്ളവരെടുത്ത് നിങ്ങൾ സംസാരിക്കുക. ഇത് ഞാൻ തെറ്റിദ്ധരിച്ചതാണോ, അല്ലെങ്കിൽ ഞാനിതൊരു എനിക്ക് എൻ്റെ തോന്നലുകളാണോ എന്നത് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.